ഇന്നെന്താ പരിപാടി എന്ന് പറ. എന്തുവാ പരിപാടി? ഇന്ന് ഞങ്ങള് പുളി പറിക്കാൻ പോവാ. കുറച്ച് പുളിയുണ്ട്, അത് പറിച്ച് പറിക്കാൻ പോവാ. ആരാ പറിക്കുന്ന പുളി? ഞാനോ? ചേട്ടായി. അയ്യോ, ഞാൻ പറിച്ചോ? ചേട്ടായി പറിക്കും. മോൻ പെറുക്കി പാത്രത്തിൽ ഇടണേ കേട്ടോ. പറിച്ചോ ചേട്ടായി? ഇത്തവണ പുളിയൊക്കെ കുറവാണ്, എന്നാലും നമ്മുടെ വീട്ടിലാവശ്യത്തിലേക്കുള്ള പുളി കിട്ടും. തങ്കപ്പനോടെ പുളി പറിച്ചോണ്ടിരിക്കുവാണ്. തങ്കപ്പനും ആമയും കൂടെ തകർത്ത് പറിക്കുക. അവര് പറിച്ച് നല്ല കുട്ടികളാ. അച്ഛനും അമ്മേനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല കുട്ടികളാ ഇവര്. അല്ലേ? ഇവിടെ ഉണ്ടോ? അയ്യോ, ദേണ്ടൊരു പുളി. ഇത് കുട്ടനും പുളി പറിക്കാം. കിട്ടിയില്ലടാ, കിട്ടിയില്ലടാ. പിടിക്ക് വേഗം. നീ പിടിക്കല്ലേ. എവിടെ? കണ്ടില്ലല്ലോ. പഴുത്തത് മാത്രം പറിച്ചാൽ മതി കേട്ടോ. പച്ചയൊന്നും പറിക്കണ്ട. പച്ചയൊന്നും പറിക്കണ്ട. പഴുത്തത് മാത്രമേ പറിക്കാവുള്ളൂ. അത് പച്ചയാ, അത് പച്ചയാ. പഴുത്തത് മാത്രം പറിച്ചാൽ മതി. പഴുത്താണോ അത്? പെട്ടെന്ന് വന്നു. തങ്കു തോട്ടി എത്തുന്ന പൊക്കത്തിലുള്ളതൊക്കെ പറിക്കണം മോനെ. ആമി ഒരു പാത്രം എടുത്തുണ്ടോ? നമുക്ക് പുളി പെറുക്കാം. ഓ, കൊച്ചു കാന്താരി ഞങ്ങളുടെ പുളി പറിക്കുന്ന കണ്ടാ? ഞങ്ങളുടെ സുന്ദരിക്കുട്ടി പുളി പറിക്കുക. പുളിയെല്ലാം കൂടെ ഒരു സ്ഥലത്തോട് കൂട്ടി വെക്കും. എടാ, തോട്ടിക്ക് പറിക്ക്, തോട്ടി കൊണ്ട് പറിക്ക്. അങ്ങനെ അടിച്ചാൽ അത് വെള്ളത്തിൽ പോവും. നമ്മുടെ പാടത്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുക. അപ്പം നമ്മൾ ആഞ്ഞ് പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വെള്ളത്തിൽ കിടക്കും. വേണ്ടടാ, ദേ ഇവിടൊക്കെ ഉണ്ടടാ. ദേ ഇവിടൊക്കെ പഴുത്ത കിടക്കുന്നുണ്ടോ? അതൊക്കെ പറിക്ക്. കേറണ്ട. തോട്ടി കൊണ്ട് പറിച്ചാൽ മതി. ആ നീളമുള്ള തോട്ടി കൊണ്ടുള്ളത് പറിക്ക്. അത് ഞാൻ പഠിക്കാം മോനെ. ഇതോട്ട് ഇങ്ങോട്ട് മാറിയുന്നേ, പുറകെ വെള്ളവാ. ഇതൂട്ടം കണ്ടുപിടിച്ച് പുളി. കണ്ടോ കിടക്കുന്ന? കണ്ടോ പുളി? പുളിയില്ലാത്ത വീടില്ല, എല്ലാ വീട്ടിലും പുളിയുണ്ട്. ഇവിടെ വെള്ളത്തിൽ പോയത് നീ എടുക്കണം, ഞാൻ എടുത്തോളാം കേട്ടോ. മുങ്ങിപ്പോയെങ്കിൽ പോട്ടെ. മുങ്ങി പോകത്തില്ല, അത് മുങ്ങി കിടക്കുകയാണ് സാധാരണ. അകത്തോട്ട് പറിച്ചിടണേ, വെള്ളത്തിലോട്ടല്ല, ഇപ്പറേ സൈഡിലോട്ട് വലിക്കണം. ഓ, ഫ്ലോപ്പ്. ആമിക്കുട്ടൻ എന്ത് ചെയ്യേ? പാത്രം എടുക്കാൻ പോയ പെറുക്കയുടെ. ചേട്ടായി പുളി പറിച്ചു. മോനെ അതെല്ലാം പെറുക്കി ഒരു സൈഡിലോട്ട് ഇടും. മോനെ ഇറമ്പിലോട്ട് പോവല്ലേ. പാത്രമായിട്ട് ആള് വരുന്നുണ്ട് പുളി പെറുക്കാനായിട്ട്. മോനെ പച്ച പറിക്കാതെ കുലിക്കാ മതി. അത് ഒരു തണ്ടയിലോട്ട് ഉടക്കിയിട്ട് കുലിക്കാ മതി. അപ്പോൾ പഴുത്തൊക്കെ തനിയെ ഇങ്ങി വീണു പോകും. അതൊന്നും എത്തത്തില്ലല്ലോ, അത് കാറ്റടിക്കുമ്പോൾ വീണോളൂ. കണ്ടോ ഞങ്ങളുടെ പുളിമരം? അത് പച്ചയാ. ആ തോട്ടി ഇട്ട് വലിച്ചപ്പം വീണതാ. ഒരു കമ്പയിൽ ഉടക്കിയിട്ട് ഇങ്ങനെ കുലിക്കാ മതി. അപ്പോൾ പഴുത്ത് കിടക്കുന്നത് വീണോളൂ. ആമിക്കുട്ടൻ പെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ചപ്പുളിയൊക്കെ ഉണ്ട്. ഒരു പുകയ്ക്കുള്ളത് സെറ്റ് ചെയ്യാം നമുക്ക്. ഒരു കുഞ്ഞു പുളി ഞങ്ങളുടെ കുഞ്ഞു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. എടി, അവനാ കമ്പ് കുലുക്കാൻ പോവാ. നീ ഇങ്ങോട്ട് മാറിയുന്നേ.
കൊറേ ഉണ്ട് ഇവിടെ, പക്ഷേ ഒന്നും എത്തത്തില്ല. അപ്പം നമ്മുടെ പുളി പറിക്കലൊക്കെ കഴിഞ്ഞ് അടുത്ത രാധാമ്മയുടെ ഡ്യൂട്ടിയാണ് പുളി പൊട്ടിക്കുക. പുളിയുടെ ആള് രാധാമ്മ അല്ലേ? ഇത്രയും പുളി പറിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പുളി ഇനി ഇവിടെ പൊട്ടിക്കാനും ഉണ്ട്. അവിടെ അവള് പെറുക്കുന്നു. ഇവിടെ ഇത്ര ഇരിപ്പുണ്ട്. ഇവിടെ താഴെയുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് നമ്മള് ഇതാക്കി വെച്ചിട്ടുണ്ട്, പുകച്ചു വെച്ചിരിക്കുന്നതാണിത്. 2 ദിവസത്തെ പുളിയാണ്. പുളി കുറവാണ്. ഈ പുളിയെല്ലാം ആയി, ഇതാകാനിരിക്കുന്നു. നല്ല കറുത്ത കളറായിട്ടുണ്ട്. പിന്നെ ഇതിക നമ്മളിവിടെ പുളി പുകയ്ക്കാനിടാൻ പോവുകയാണ്. പഴയ പുളിയൊക്കെ ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന പുളി ആയില്ലേ? ഇതാണ് നമ്മുടെ പൊഹപ്പര. വരുന്നുണ്ട്. പേപ്പറോടൊക്കെ എടുത്തോണ്ട് വാടാ തങ്കു. ഇപ്പൊ തൂത്തുവാരി അതെല്ലാം കൂടി ഇങ്ങെടുത്തോണ്ട് വാടാ തങ്കുവേ. തീ പിടിപ്പിക്കാനുള്ള തിരക്ക്. തീ പിടിപ്പിക്കാനുള്ള പേപ്പറൊക്കെ ഇങ്ങോട്ടുണ്ടോ? ഇപ്പൊ ഞാൻ തൂത്തുവാരിയതല്ല, വേസ്റ്റ് എല്ലാം ഇങ്ങ് എടുത്തോണ്ട് പോര്. കണ്ടോ? ഇപ്പം നമ്മുടെ പുളിക്ക് പുകയിട്ടുണ്ട് രാധാമ്മ. താഴെ തീ കത്തിച്ചു, മേലോട്ട് പുക വരുന്നു. തട്ടിട്ട് പുളിയൊക്കെ അതേ വെച്ചു. ഇല്ലോ, സോറി ഡിയർ. ഏതേ പുക വരുന്നുണ്ടോ? പുക വരുന്നുണ്ടോ? പുളിയിലോട്ട് പുക മുട്ടുന്നുണ്ടോ? ഇത്രയും ഡിസ്റ്റൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പുളി വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബായ്.